ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരത്തേക്ക് കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ റവ കൊണ്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ റവ ഞാനൊരു 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്, ഒരു 3 മുട്ടയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റവ നല്ലോണം ഒന്ന് മിക്സിയിൽ നല്ല പൊടിച്ചെടുക്കണം. അപ്പോൾ 1.5 കപ്പ് റവയ്ക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. അപ്പം മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും പിന്നെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് നല്ലൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ. പക്ഷേ മിക്സിയിൽ ഇത് ഇട്ട സമയം നോക്കി കറണ്ട് പോയി കേട്ടോ. പിന്നെ കറണ്ട് ഇപ്പോൾ വരും, കുറച്ച് കഴിഞ്ഞാൽ വരുമെന്നും പറഞ്ഞ് കാത്തിരുന്ന് അരമണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ കറണ്ട് വന്നത്. ആ സമയം കൊണ്ട് ഞാൻ കേക്കിൻ്റെ ട്രേ ഒക്കെ എടുത്ത് ഓയിലൊക്കെ തേച്ച് ബട്ടർ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. പിന്നെ കറണ്ട് വന്നതിന് ശേഷമാണ് അത് റവയും മുട്ടയും ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊന്ന് അടിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം 3:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വേഗം അടുപ്പത്ത് വെക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ അധികം നേരം വെച്ചില്ല. ഇത് അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ എസൻസ് ഒഴിക്കാനൊക്കെ മറന്നിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് കേട്ടോ ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. കറണ്ട് പോയത് കാരണമാണ് എല്ലാം വിട്ടുപോയത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഈ കേക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ, നല്ല ഉഷാറായി വന്നും ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ഉണ്ടാക്കാതായപ്പോൾ അതിന് ഇടുന്ന സാധനങ്ങളും അതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്നൊക്കെ മറന്നു പോയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ നോക്കിയിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചട്ടിയിൽ മണലിട്ടിട്ട് അങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റ് ഇത്തിരി പാലും അപ്പക്കാരും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ 1 മണിക്കൂർ എനിക്ക് ഓവനിൽ വെക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ കേക്കൊക്കെ നല്ല പൊങ്ങി വന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പ് തുടങ്ങിയ മുതൽ തന്നെ മഞ്ഞ വത്തക്ക വാങ്ങണമെന്ന് വെച്ചിട്ട് കിട്ടിയിട്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് വത്തക്ക കിട്ടിയത്. അപ്പോൾ അതും ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മുന്തിരിയും മഞ്ഞ വത്തക്കയും കേക്കുമാണ് കേട്ടോ നോമ്പ് തുറക്കുമ്പോഴേക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.